അയ്യോ മാത്തുച്ചായ വരട്ടല്ലേ. ഇന്ത്യയിൽ നിന്നും RSSന്റെ ആൾക്കാർ അമേരിക്കയിലെത്തിയപ്പോൾ അവരോട് അമേരിക്കക്കാർ ചൂടാകുന്നു എന്നാണ്. നിങ്ങൾ എന്താണ് ക്രിസ്ത്യാനിമാരോട് ഈ കാണിക്കുന്നത്, എന്തിനാണ് അവരെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. ഈ ക്രിസ്ത്യാനിമാരെ ഉപദ്രവിക്കുന്നത് കൊണ്ടാണ് ഈ ട്രംപ് തീരുവ വർദ്ധിപ്പിക്കുന്നതും ഇന്ത്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതും എന്നൊക്കെയാണ് അച്ചായൻ പറഞ്ഞു വെക്കുന്നത്. ഇന്ത്യക്കാരോട് വെറുപ്പിന്റെ സംഭവം വലിയ രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം RSS ആണ് സ്റ്റേക്ക് ഹോൾഡർ. ഈ പറയുന്ന ക്രൈസ്തവരെ ഇത്രയും അറ്റാക്ക് ചെയ്യുന്നു, മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്നു, വല്ലാത്ത രീതിയിൽ ബൈബിള് കൊണ്ടു നടക്കാൻ സമ്മതിക്കുന്നില്ല. അച്ചായോ, ഇവിടെ ഈ ഹിന്ദുക്കള് ക്രിസ്ത്യാനിയോ മുസ്ലിമിനെയോ ഒന്നും ഉപദ്രവിക്കുന്നില്ല. പിന്നെ മുസ്ലിങ്ങളുടെ ഫണ്ടമെന്റലിസ്റ്റുകൾ ഇങ്ങോട്ട് കയറി ആക്രമിക്കുമ്പോൾ തിരിച്ചടിക്കും. അതുപോലെ ക്രിസ്ത്യാനിമാർ ഈ എട്ടും പൊട്ടും തിരിയാത്തവരെയും പാവങ്ങളെയും പട്ടിണിക്കാരെയും ഒക്കെ ചെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മതപരിവർത്തനം നടത്തുന്നു. കാശുള്ളവരും അക്കൂട്ടത്തിൽ പെടുന്നുണ്ട്. ഇന്ത്യയിൽ വളരെ വ്യാപകമായി ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം നടത്തപ്പെടുന്നു. ഇതിങ്ങനെ പോയാൽ ഒരു 10 കൊല്ലത്തിനകം ഏതാണ്ട് ഇന്ത്യ ഒരു ക്രൈസ്തവ രാഷ്ട്രമായി മാറ്റാനുള്ള നിങ്ങളുടെയൊക്കെ ശ്രമം ഏതാണ്ട് വിജയിക്കുക തന്നെ ചെയ്യും. പക്ഷെ അത് നടക്കാതിരിക്കുന്നത് RSS എന്ന് പറയുന്ന ഒരൊറ്റ പ്രസ്ഥാനം ഉള്ളത് കൊണ്ടാണ്. ഒരു കാര്യം അച്ചായൻ ഓർക്കണം, RSS ഇല്ലായിരുന്നു എങ്കിൽ ഇതിന് എത്രയോ നാളുകൾക്ക് മുൻപേ മുസ്ലിങ്ങൾ ഇന്ത്യയെ അടക്കി ഭരിക്കുകയും ഇസ്ലാമിക രാഷ്ട്രമാക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ സ്ഥിതി എന്തായിരുന്നിരുന്നേനെ എന്ന് അച്ചായൻ ആലോചിക്കണം. ഇപ്പം മാത്തുച്ചായൻ ഇവിടെ ഈ കടന്ന് വെപ്രാളമൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അതെ, ഹിന്ദുക്കൾ ഭൂരിപക്ഷമായതുകൊണ്ടും RSS ശക്തമായി നിലനിൽക്കുന്നത് കൊണ്ടുമാണ് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കുന്നത്. നിങ്ങൾക്കൊക്കെ വേണ്ടത്ര രീതിയിൽ വിലസാനക്കേട വരുന്നത്. നിങ്ങൾക്കറിയാമോ, ലെബനിൽ എന്തായിരുന്നു സ്ഥിതി? ക്രൈസ്തവ ഭൂരിപക്ഷമായിരുന്നു, അത് കുറഞ്ഞു വന്നു, രണ്ടുപേരും തുല്യമായി. അവസാനം ഇസ്ലാമിക ഭൂരിപക്ഷം കൂടിയപ്പോൾ ക്രിസ്ത്യാനി എല്ലാം എടുത്ത് ചവറ്റുകോട്ടയിലിട്ടില്ലേ? അവിടെയൊക്കെ കിടന്ന് മറ്റേവരുടെ വിടുപണി ചെയ്യുന്ന സ്ഥിതിയല്ലേ നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാനോ ആരാധിക്കാനോ അഭിപ്രായം പറയാനോ ലെബനിൽ സാധ്യമുണ്ടോ? ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രത്ത് സാധ്യമുണ്ടോ? ഇന്ത്യയിൽ ഇതെല്ലാം സാധിക്കുന്നത് ഹിന്ദു ഈ ജനസംഖ്യ ഭൂരിപക്ഷമായതുകൊണ്ടും RSS ഉള്ളതുകൊണ്ടും മാത്രമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യേണ്ടത്. ഇന്ത്യയെ ക്രൈസ്തവൽക്കരിക്കാൻ ട്രംപ് നടത്തുന്ന ചെപ്പടി വിദ്യകളൊന്നും ഇവിടെ വില പോവില്ല അച്ചായ, അതുകൂടെ മനസ്സിലാക്കിക്കോ.